ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന്. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പൂർണ്ണമായും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ നാളെ കേരളത്തിലെത്തും. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ബിജെപിയും കേരള കോൺഗ്രസ് എമ്മും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കി. എൽപിജിയുമായി വരുന്ന ഇന്ത്യയുടെ ചരക്ക് കപ്പൽ ശിവാലിക് ഇന്ന് ഇന്ത്യൻ തീരത്തെത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്.സി. ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ബീഹാറിൽ 5ഉം ഒഡീഷയിൽ 4ഉം ഹരിയാനയിൽ 2 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. 10 സംസ്ഥാനങ്ങളിലായി 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. 26 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ അവസരമുള്ളത്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കും. പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. എല്ലായിടങ്ങളിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശത്തും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 6 സംസ്ഥാനങ്ങളിലും ഇത് ബാധകമായിരിക്കും. ചീഫ് സെക്രട്ടറി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടങ്ങിയവർക്കുള്ള നിർദ്ദേശങ്ങളും കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഒരു റിപ്പോർട്ട്. സർക്കാർ വാഹനങ്ങൾ, താമസ സൗകര്യങ്ങൾ തുടങ്ങിയവ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമോ ദുരുപയോഗം ചെയ്യുന്നത് അനുവദിക്കില്ലെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. മന്ത്രിമാർ ഔദ്യോഗിക ചുമതലകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി കൂട്ടിച്ചേർക്കുകയോ സർക്കാർ സംവിധാനങ്ങൾ, ജീവനക്കാർ എന്നിവയെ പ്രചാരണത്തിനായി ഉപയോഗിക്കുവാനോ പാടില്ല. പൊതുഖജനാവിൽ നിന്നുള്ള തുക തിരഞ്ഞെടുപ്പ് പരസ്യങ്ങൾക്കായി ചിലവഴിക്കാനും പാടില്ല. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ വിജിൽ ആപ്പ്, ECI നെറ്റ് എന്നിവ വഴി അറിയിക്കാവുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ 2.7 കോടിയോളം സമ്മതിദായകരാണുള്ളത്. 1.31 കോടി പുരുഷ വോട്ടർമാരും 1.38 കോടി വനിതാ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട 277 പേരും ഉൾപ്പെടെയാണ് ഇത്. 100 വയസ്സിലേറെ പ്രായമുള്ള 1571 വോട്ടർമാർ സംസ്ഥാനത്തുണ്ട്. 4.24 ലക്ഷം കന്നി വോട്ടർമാരും 54,000-ലധികം സർവീസ് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പൂർണ്ണമായും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തിരുവനന്തപുരത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രചാരണവുമായി ബന്ധപ്പെട്ട അനുമതികൾ ലളിതമാക്കുന്നതും അവധി ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന കാര്യം പരിശോധിച്ച് തീരുമാനം അറിയിക്കുമെന്നും ശ്രീ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. CPIM, CPI, കോൺഗ്രസ്, BJP, കേരള കോൺഗ്രസ് എം, ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ 9 പാർട്ടികളിലെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ജില്ലാ കളക്ടർമാരുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് ഓൺലൈനായി തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നടത്തി. വരും ദിവസങ്ങളിൽ ഏകോപനത്തോടെ ഏർപ്പെടണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് പരമാവധി പോളിംഗ് ഉറപ്പുവരുത്തണമെന്നും ശ്രീ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. DGP, അഡീഷണൽ CEOമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ നാളെ കേരളത്തിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വളരെ നേരത്തെ തന്നെ എത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ബുധനാഴ്ചയാണ് സംസ്ഥാനത്തെത്തുന്നത്.
ചെലവ് നിരീക്ഷകർ ഇതിനും ഒരു ദിവസം നേരത്തെ നാളെ തന്നെ എത്തും. 20 എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പൂർണ്ണ സജ്ജരായി രംഗത്തുണ്ടാകും. 85 വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്യമായി വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. ഇവർക്ക് വീടുകളിൽ വോട്ട് ചെയ്യാനുള്ള അവസരവും ലഭ്യമാക്കും. യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും നടപടികൾ സ്വീകരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കിയാൽ 3 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന്റെ കോപ്പി നൽകണം എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കി. പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്നും മത്സരിക്കും. മുൻ അധ്യക്ഷനും ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്നും, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴക്കൂട്ടത്ത് നിന്നും, പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിൽ നിന്നും ജനവിധി തേടും. ശോഭ സുരേന്ദ്രൻ പാലക്കാടും, പത്മജ വേണുഗോപാൽ തൃശൂരും, ശാസ്തമംഗലം വാർഡ് കൌൺസിലർ ആർ ശ്രീലേഖ വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിക്കും. 47 സീറ്റുകളിലേക്കാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. സിപിഎമ്മും സിപിഐയും ഇന്നലെ ആദ്യ പട്ടിക പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എം. പാലായിൽ ജോസ് കെ മാണിയും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, റാന്നിയിൽ പ്രമോദ് നാരായണനും, ഇരിക്കൂറിൽ മാത്യു കുന്നപ്പള്ളിയും സ്ഥാനാർത്ഥികളാകും. 12 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് ഈ മാസം 23 വരെ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനിടെ 2,19,000-ലധികം പേർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതായി സിവിൽ വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. വിമാന സർവീസുകളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും വ്യോമപാത ലഭ്യമായപ്പോഴെല്ലാം വിമാന കമ്പനികൾ സർവീസ് നടത്തിയതായും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. LPG-യുമായി വരുന്ന ഇന്ത്യയുടെ ചരക്ക് കപ്പൽ ശിവാലിക് ഇന്ന് ഇന്ത്യൻ തീരത്തെത്തുമെന്ന് തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. ക്രൂഡ് ഓയിൽ ആവശ്യത്തിന് ലഭ്യമാണെന്നും രാജ്യത്തുടനീളമുള്ള എല്ലാ റിഫൈനറികളും അവയുടെ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മറ്റൊരു ഇന്ത്യൻ കപ്പലായ നന്ദാദേവി നാളെ എത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. UAE-യിൽ നിന്നും പുറപ്പെട്ട ഇന്ത്യൻ കപ്പൽ ജഗ് ലാഡ്കി ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Shivalik LPG carrier crossed Strait of Hormuz and headed towards India will be reaching today, and the Indian flag vessel Jag Ladki. മലയാള ചലച്ചിത്ര രംഗത്തെ ഗായകരുടെ സംഘടനയായ സമം ഒരുക്കിയ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പൂർണ്ണകായ പ്രതിമ പാലക്കാടെത്തിച്ചു. VD ഭട്ടതിരിപ്പാട് സ്മാരക സമുച്ചയമുറ്റത്ത് സ്ഥാപിക്കുന്ന പ്രതിമ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ശില്പി ഉണ്ണി കാനായിൽ നിന്ന് ഏറ്റുവാങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 10 അടി ഉയരത്തിൽ വെങ്കലത്തിലാണ് 1 ടൺ ഭാരമുള്ള SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പാന്റും കോട്ടും ഇട്ട് സൗമ്യമായി ചിരിച്ച് കൈകൂപ്പി നിൽക്കുന്ന രീതിയിലാണ് SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പൂർണ്ണകായ പ്രതിമ ഒരുക്കിയിരിക്കുന്നതെന്ന് ശില്പി ഉണ്ണി കാനായി പറഞ്ഞു. മാർച്ച് 31 വൈകിട്ട് ഓസ്കാർ പുരസ്കാര ജേതാവും പ്രസിദ്ധ സംഗീത സംവിധായകനുമായ കീരവാണി SPBയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഗോവയെ നേരിടും. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന്. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പൂർണ്ണമായും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ നാളെ കേരളത്തിലെത്തും. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് BJPയും കേരള കോൺഗ്രസ് എമ്മും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കി. LPG-യുമായി വരുന്ന ഇന്ത്യയുടെ ചരക്ക് കപ്പൽ ശിവാലിക് ഇന്ന് ഇന്ത്യൻ തീരത്തെത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഗോവയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.